بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين أما بعد സഹോദരങ്ങളെ, തവാഖുദുൽ ഇസ്ലാമിൽ നിന്ന് 5 എണ്ണമാണ് നമ്മൾ ഇതുവരെ വായിച്ചത്. അസാദിസ് ആറാമത്തത്, من استهزأ بشيء من دين الرسول صلى الله عليه وسلم أو ثواب الله أو عقابه كفر. والدليل قوله تعالى ولئن سألتهم ليقولن إنما كنا نخوض ونلعب قل أبالله وآياته ورسوله كنتم تستهزئون لا تعتذروا قد كفرتم بعد إيمانكم إن نعفو عن طائفة منكم نعذب طائفة بأنهم كانوا مجرمين. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഇസ്ലാം മുറിഞ്ഞു പോകാൻ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന അടുത്ത കാര്യമാണ് മൻ, ആരാണോ ഇസ്തഹ്സഅ പരിഹസിച്ചത്, കളിയാക്കിയത്, ബിശൈഇൻ ഏതെങ്കിലും ഒന്നിനെ, മിൻ ദീൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽപ്പെട്ട വല്ല കാര്യത്തിനെയും, ഔ സവാബ് അല്ലാഹ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രതിഫലത്തെ, സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇന്ന പ്രതിഫലമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അതിനാരെങ്കിലും പരിഹസിച്ചാൽ, ഔ ഇഖാബി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ, ഇന്ന കാര്യത്തിന് ഇന്ന ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞതിനെ, എങ്കിൽ കഫർ, അങ്ങനെ ചെയ്തവൻ കാഫിറാണ്. ദീനിലെ വല്ല കാര്യത്തിനെയും ആരെങ്കിലും പരിഹസിച്ചാൽ അവൻ കാഫിറായി പോകുന്നതാണ്. ദലീലു, ഇതിനുള്ള തെളിവ് ഖൗലുഹു തആല, അല്ലാഹുവിന്റെ ഈ ആയത്താണ്. സൂറത്ത് തൗബയിലെ 65-66 ആയത്തുകൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ആയത്തിന്റെ അർത്ഥം, വലഇൻ സഅൽതഹും, നീ അവരോട് ചോദിച്ചാൽ, ലയഖൂലുന്ന, അവർ പറയും, ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, ഞങ്ങൾ തമാശ പറയുക മാത്രമായിരുന്നു ചെയ്തത്, വെറുതെ പറഞ്ഞതാണ്. ഖുൽ, നീ അവരോട് ചോദിക്കുക, അബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ടാണോ തമാശ പറയുന്നത്, ആയാതിഹി, അവന്റെ ആയത്തുകളെ കുറിച്ചാണോ, അവന്റെ തെളിവുകളെ കുറിച്ചാണോ, ദൃഷ്ടാന്തങ്ങളെ കുറിച്ചാണോ, റസൂലിഹി, അവന്റെ റസൂലിനെ കുറിച്ചാണോ, കുൻതും തസ്തഹ്സിഊൻ, നിങ്ങൾ പരിഹസിക്കുന്നത്, ലാ തഅ്തദിറു, നിങ്ങൾ ഒഴികഴിവ് പറയേണ്ടതില്ല, നിങ്ങൾ മാപ്പ് പറയേണ്ടതില്ല, ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ ഈമാൻ കിട്ടിയതിനു ശേഷം, മുഅ്മിനുകളായതിനു ശേഷം കാഫിറായിരിക്കുന്നു. ഈ ആയത്തുകൾ അവതരിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട്, ഒരു കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും തബൂക്ക് യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ആ യാത്രക്കിടയിൽ വെച്ച് ഒരാൾ, മുനാഫിക്കുകളിൽപ്പെട്ട ചിലർ പറയുകയുണ്ടായി. അവരിൽ ഒരാൾ പറഞ്ഞു, മാ റഅയ്തു മിസ്ല ഖുറാഇന ഹൗലാ أرغب بطونا ولا أكذب ألسنا ولا أجبن عند اللقاء. المنافق പറഞ്ഞു, ما رأيت, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, مثل قرائنا هؤلاء, നമ്മുടെ ഈ ഖുറാഇനെ പോലെ. ഖുറാ എന്നാൽ ഖാരി എന്ന വാക്കിന്റെ ബഹുവചനമാണ്. ഖാരി എന്നാൽ ഓതുന്ന ആൾ, ഓത്തുകാർ, ഖുർആൻ പഠിച്ചിട്ടുള്ള ആളുകൾ. ഈ ഖാരികളെ പോലെ അർഗബ ബുതൂനൻ, തീറ്റക്കൊതിയന്മാരെ ഞാൻ വേറെ കണ്ടിട്ടില്ല. വല അക്ദബ അൽസുനൻ, കളവ് പറയുന്നവരെ, വല അജ്ബന ഇൻദ ലിഖാ, അതുപോലെ യുദ്ധത്തിൽ ഭീരുക്കളായവരെ. ഒരാൾ പറയുന്നത്, നമ്മുടെ ഈ യോത്തുകാരെ പോലെ, ഈ കാരികളെ പോലെ ഇത്രയും തീറ്റക്കൊതിയന്മാരായ, പേടിത്തൊണ്ടന്മാരായ, കളവ് പറയുന്ന ആളുകളായ ആരെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ആ ഖുറാ എന്ന അയാൾ പറഞ്ഞതിൽ ആരൊക്കെപ്പെട്ടു? ഖുറാകളുടെ നേതാവാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സഹാബത്ത് റളിയല്ലാഹു അൻഹും, അവരൊക്കെ ഈ ഖുറാ എന്ന് പറഞ്ഞതിൽ പെട്ടു. ഇത് ഒരു സഹാബി കേൾക്കുകയാണ് ഇയാൾ ഈ പറയുന്ന ഈ വാക്ക്. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാണ്. ആ സഹാബി ഇത് കേട്ടപ്പോൾ അയാളോട് പറഞ്ഞു, വല്ലാഹി ല ഉഖ്ബിറന്ന റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇത് റസൂലുള്ളാഹിനോട് പറഞ്ഞു കൊടുക്കും. വലാകിന്നക മുനാഫിഖുൻ, നീ മുനാഫിഖാണ് എന്ന് ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഈ സഹാബി ചെന്നു പറഞ്ഞു കൊടുക്കാൻ.
അതുപോലെ ഇക്കൂട്ടരും റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഈ സഹാബി പറഞ്ഞു കൊടുക്കുന്നത് കണ്ടപ്പോൾ ഇവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നിങ്ങൾ വെറുതെ പറഞ്ഞതാണ്, ഞാൻ തമാശക്ക് പറഞ്ഞതാണ്. പക്ഷെ അള്ളാഹുവിന്റെ കിതാബ്, അള്ളാഹുവിന്റെ ആയത്ത് അവർക്ക് മുന്നേ അവരെത്തുന്നതിന് മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ചു. അവരുടെ വാക്കെന്താണ്? ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്. അത് തന്നെയാണ് അവർ പറഞ്ഞത്. ഇപ്പൊ ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ്, തമാശ പറഞ്ഞതാണ്, നമ്മൾ ഈ യാത്രക്കിടയിൽ ഒരു നേരം പോക്കിന് പറഞ്ഞതാണ്. അള്ളാഹു പറഞ്ഞു, വലഇൻ സഅൽതഹും, നീ അവരോട് ചോദിച്ചാൽ ലയഖൂലുന, അവർ പറയും, ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ്, തമാശക്ക് പറഞ്ഞതാണ്. ഖുൽ, അവരോട് ചോദിക്കൂ നബിയെ, അബില്ലാഹി, അള്ളാഹുവിനെ കുറിച്ചാണോ, വആയാതിഹി, അവന്റെ ആയത്തുകളെ കുറിച്ചാണോ, വറസൂലിഹി, അവന്റെ റസൂലിനെ കുറിച്ചാണോ, കുന്തും തസ്തഹ്സിഊൻ, നിങ്ങൾ പരിഹസിക്കുന്നത്? ലാ തഅ്തദിറു, ഒരു മാപ്പ് നിങ്ങൾ പറയണ്ട. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ ഈമാൻ കിട്ടിയതിനു ശേഷം, മുഅ്മിനുകളായിരുന്നതിന് ശേഷം കാഫിറായിരിക്കുന്നു. ഇയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാപ്പ് പറയാൻ ചെന്ന ആള് റസൂലുള്ള വാഹനപ്പുറത്താണുള്ളത്. റസൂലുള്ളാഹിന്റെ വാഹനത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് പിന്നാലെ നടന്നു. അയാളുടെ കാലുകൾ അവിടുത്തെ കല്ലുകൾക്ക് തട്ടുന്നുണ്ടായിരുന്നു. ആ സഹാബി പറയുക, കാലുകൾ കല്ലിന് ഇങ്ങനെ തട്ടുന്നുണ്ട്. റസൂലുള്ള വാഹനപ്പുറത്താണ്, ഇയാൾ വാഹനത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് പിന്നാലെ ചെന്ന് മാപ്പ് പറയുക, റസൂലുള്ളാഹി ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്. നബി ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ്, തമാശ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ഒരു കാര്യം മാത്രം ആവർത്തിച്ചു, ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും, മാപ്പ് പറയണ്ട, കാഫിറായിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇതാണ് ഈ ആയത്ത് അവതരിക്കാനുണ്ടായ പശ്ചാത്തലം. ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഈ സംഭവത്തിലുണ്ട്. ഒന്ന്, ഇവർ പരിഹരിച്ചത് ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയുമാണ്. അവരുടെ ന്യായം എന്താണ്? വെറുതെ കളിയായിട്ട് പറഞ്ഞതാണെന്നാണ്. പക്ഷെ അള്ളാഹു അവരോട് പറഞ്ഞത് എന്താണ്? അള്ളാഹുവിനെയും അവന്റെ ആയത്തുകളെയും റസൂലിനെയാണോ നിങ്ങൾ കളിതമാശ പറയുന്നത്? അപ്പോൾ നമുക്ക് തമാശ പറയാനുള്ളതല്ല അള്ളാഹുവിന്റെ ദീൻ. നമുക്ക് തമാശ പറയാൻ ദുനിയാവിലെ മറ്റു വിഷയങ്ങൾ കണ്ടെത്തിക്കൊള്ളുക. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് തമാശ പറയാൻ പാടില്ല. ദീനിലെ ഒരു കാര്യത്തെക്കുറിച്ചും, പരലോകത്ത് നടക്കുന്ന എന്തെങ്കിലും ശിക്ഷ, പരലോകത്തുള്ള എന്തെങ്കിലും പ്രതിഫലം, ഒന്നിനെയും നമ്മുടെ തമാശ കഥകളിലോ നേരം പോക്കിലോ കൊണ്ടുവരാൻ ഒരിക്കലും പാടില്ല. കാരണം അള്ളാഹുവിന്റെ ദീൻ അതെല്ലാം ഗൗരവമാണ്. ഇന്നഹു ലഖൗലുൻ ഫസ്ൽ വമാ ഹുവ ബിൽ ഹസ്ൽ. അള്ളാഹു പറഞ്ഞു, ഇത് ഖണ്ഡിതമായ ഹക്കായ കാര്യങ്ങൾ വേർതിരിക്കുന്ന വാക്കാണ്. വമാ ഹുവ ബിൽ ഹസ്ൽ, ഇത് തമാശയല്ല. അപ്പൊ തമാശ പറയാൻ ഒരിക്കലും ദീനിനെ കുറിച്ച് പാടില്ല. കാഫിറായി പോകുന്ന കാര്യമാണ് അത്. അവൻ ഗൗരവത്തിൽ പറഞ്ഞതല്ലെങ്കിലും തമാശയായിട്ടാണെങ്കിലും പരിഹാസം ദീനിനെ കുറിച്ച് വന്നാൽ കാഫിറായി പോകും. ഇന്ന് എത്രയോ മുസ്ലിം പേരുള്ള ആളുകൾ ദീനിന്റെ പല കാര്യങ്ങളെയും പരിഹസിക്കുന്നത് നമുക്ക് കേൾക്കാനും കാണാനും സാധിക്കും. ദീനിന്റെ പല നിയമങ്ങളെ, അതുപോലെ ദീനിന്റെ പല ചിഹ്നങ്ങളെ, ദീനിന്റെ ആളുകളെ ഒക്കെ അവരുടെ ദീനിന്റെ പേരിൽ പരിഹസിച്ചാൽ, ദീനിന്റെ ആളുകൾ, ഒരു മുഅ്മിനായ മനുഷ്യനെ, അള്ളാഹുവിന്റെ ദീനിൽ മുൽത്തസിമായിട്ടുള്ള ദീൻ പാലിക്കുന്ന ഒരു മനുഷ്യനെ അവന്റെ ദീനിന്റെ പേരിൽ, അവൻ ദീൻ പാലിക്കുന്നു എന്നതിന്റെ പേരിൽ ആരെങ്കിലും പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ കാഫിറായി പോകും. ഒരു ഹറാം ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവനും അള്ളാഹുമായിട്ടുള്ള ഇടപാടാണ്. ചിലപ്പോൾ അള്ളാഹുവിന് പുറത്തു കൊടുക്കും, അള്ളാഹുവിന് പുറത്തു കൊടുത്തേക്കും. പക്ഷേ അത് ഉപദേശിച്ച ആളുകളെ അവൻ പരിഹസിച്ചാലോ? അതിന്റെ അങ്ങനെയൊന്നുമില്ല, നിങ്ങളെന്താ ഇപ്പോ പല പുതിയ കാര്യങ്ങളും കൊണ്ടുവരാം എന്ന് പറഞ്ഞ് പിന്നെ പരിഹസിക്കുക. ദീനിൽ ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ ആ കാര്യത്തെ പരിഹസിക്കുക. ഒരു കാര്യം വാജിബാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനെ പരിഹസിക്കുക. ഉദാഹരണത്തിന് ചില ആളുകൾ അവർ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്ന ആളുകളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അങ്ങനെയാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. വലിയ താക്കീതാണ് വസ്ത്രം നിര്യാണിക്ക് താഴെ വലിച്ചേക്കുന്നതിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അങ്ങനത്തെ ആളുകളെ ചില ആളുകൾ പരിഹസിക്കും, എന്താ ഇപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കാഫിറായി പോകുന്ന കാര്യമാണ്. നഊദു ബില്ലാഹ്. അറിയാതെ ആളുകൾ പലരും ഇങ്ങനത്തെ വർത്തമാനങ്ങൾ പറയാം. അവൻ താഴ്ത്തിക്ക് നടക്കുന്നുണ്ടെങ്കിൽ അവൻ ചെയ്യുന്നത് ഹറാമാണ്, ഒരു ഹറാമാണ്. പക്ഷെ അവൻ പരിഹസിച്ചാലോ? താഴ്ത്തിക്ക് നടക്കുന്നവൻ മുസ്ലിം അല്ല, കാഫിറാന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവൻ മുസ്ലിം ആണെങ്കിൽ ഒരു ഹറാം അവന്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ അത് ചെയ്യാത്ത ആളുകൾ അവൻ പരിഹസിച്ചാലോ, കഴിച്ചു കൊടുക്കുന്ന ആളുകളെ പരിഹസിച്ചാലോ
കാഫറായി പോകുന്ന കാര്യമാണ്. ഇത് ദീനിന്റെ ഏത് വിഷയത്തിലും നമ്മൾ മനസ്സിലാക്കുക. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞതാണ്. പല വിഷയങ്ങളിലും, എല്ലാ വിഷയങ്ങളിലും ഇങ്ങനെയാണ്. പല ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീകൾ അവർ ദീൻ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ശരീരം മുഴുവൻ മറച്ചു നടക്കുന്ന സ്ത്രീകൾ, ചില ആളുകൾ അവരെ പരിഹസിക്കും. എന്താണ് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ, അവരാർക്കും കാണാൻ പറ്റില്ല, അവർക്കെല്ലാവരും കാണാം. ഇങ്ങനെയൊക്കെയുള്ള വർത്താനങ്ങൾ ഒരിക്കലും ഒരു മുസ്ലിം പറയാൻ പാടില്ല. ദീനിൽ നിന്ന് തെറിച്ചു പോകുന്ന കാര്യമാണ്. മറിച്ച് ദീൻ അള്ളാഹുവിന് ശുക്ർ ചെയ്യാനുള്ള കാര്യമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ ഏറ്റവും വലിയ നിഅമത്താണ് അവന്റെ ദീൻ. ആ ദീൻ എങ്ങനെയാണ് ഒരാൾ പരിഹസിക്കുക? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം ഞാൻ സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. ദീനക്കും നിങ്ങളുടെ ദീൻ, നിഅമതി എന്റെ അനുഗ്രഹം എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ അനുഗ്രഹം അവന്റെ ദീനാണ്. ആ അനുഗ്രഹത്തെ ഒരാൾ പരിഹസിക്കാന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ ദുൽമാണ്, എത്ര വലിയ അക്രമമാണ്. മറിച്ച് ദീൻ എന്ന് പറയുന്നത് അത് പാലിക്കാനുള്ളതാണ്. ഇമാം അസ്സുഹരി റഹിമഹുല്ലാഹ്, താബിഈകളിൽപ്പെട്ട മഹാനായ ഇമാം സുഹരി പറഞ്ഞതുപോലെ മിനല്ലാഹി അർ-റിസാല, അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ് ഈ റിസാല, ഈ സന്ദേശം, ഈ ദീൻ. വഅല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബലാഗ്, റസൂലുള്ളാഹിന്റെ മുകളിലുള്ള റസൂലുള്ളാഹിന്റെ ബാധ്യത എന്താണ്? ഇത് എത്തിച്ചു കൊടുക്കലാണ്. വഅലൈന തസ്ലീം, നമ്മുടെ ബാധ്യത എന്താണ്? അതിന് കീഴൊതുങ്ങലാണ്, അതനുസരിക്കലാണ്. ഒരാൾക്ക് ദീനിന്റെ ഏതെങ്കിലും കാര്യം അനുസരിക്കാൻ, ഒരു വാജിബ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഹറാം ഒഴിവാക്കാൻ ശൈത്താന്റെ പ്രേരണ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ അവൻ എന്താണ് ചെയ്യേണ്ടത്? അതിനെ പരിഹസിക്കല്ല, മറിച്ച് അവൻ നന്നാവാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അള്ളാഹുവിനോട് അത് പാലിക്കാനുള്ള തൗഫീഖിന് ചോദിക്കാണ് വേണ്ടത്. അല്ലാതെ പരിഹസിച്ചാൽ അത് ഹറാമിൽ നിൽക്കൂല, പിന്നെ അതിനേക്കാളും മുകളിലേക്ക് വരും, അത് കുഫറിലേക്ക് എത്തും. നഊദു ബില്ലാഹ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.